So we are moving on to next chapter, happiness. It's a poem. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പോയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട്സ് ദ മീനിങ് ഓഫ് ഹാപ്പിനെസ്? സന്തോഷം. സന്തോഷം. അപ്പോൾ സന്തോഷം, നമുക്ക് എന്ത് സന്തോഷമാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. So early it's still almost dark out. അപ്പോ അതിരാവിലെയാണ്, നല്ല നേരത്തെയാണ്. ഇറ്റ്സ് സ്റ്റിൽ ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട്, അതായത് പുറത്തത്രയും നല്ല ഡാർക്ക് ആണ് ഇപ്പോഴും, അതായത് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, നല്ല ഇരുട്ട് തന്നെയാണ്. ഐ ആം നിയർ ദ വിൻഡോ വിത്ത് കോഫി. ഞാന് രാവിലെ വിൻഡോയുടെ അടുത്ത്, ജനലിന്റെ അടുത്ത് ഒരു കോഫിയുമായിട്ട് നിൽക്കുക. And the usual early morning stuff that passes for thought. അപ്പോ രാവിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച്, രാവിലെ എണീറ്റ് കോഫിയൊക്കെ ആയിട്ട്, രാവിലെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച്, ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണെന്നൊക്കെ നോക്കി ഇങ്ങനെ ഒരു കോഫിയും കുടിച്ച് ഇങ്ങനെ നിൽക്കുക. When I see the boy and his friend walking up the road to deliver the newspaper. When I see the boy and his friend, ഞാൻ നോക്കിയപ്പോ ഒരു പയ്യനെയും അവന്റെ കൂട്ടുകാരനെയും കണ്ടു. When I see the boy and his friend, ഞാൻ അവരെ കണ്ടപ്പോൾ walking up the road, അത് അവരിങ്ങനെ നടക്കുക, റോഡിലൂടെ നടക്കുക. എന്തിലേക്കാ? To deliver the newspaper. ന്യൂസ് പേപ്പർ വിതരണം ചെയ്യാനായിട്ട്, വീടുകളിലൊക്കെ എത്തിക്കാനായിട്ട് ഇങ്ങനെ അവർ രണ്ടുപേരും, ആ ബോയും അവന്റെ കൂട്ടുകാരനും ഇങ്ങനെ റോഡിലൂടെ നടക്കുക. They wear caps and sweaters. അപ്പോ ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ രണ്ടുപേരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോ അത് തന്നെയാണ്. അപ്പോ അവരുടെ അപ്പിയറൻസ് എന്തുവാ? They wear caps and sweaters. ഈ സ്വെറ്റ് നല്ല തണുപ്പൊക്കെ അല്ലേ, അപ്പോ ആ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള സ്വെറ്റേഴ്സും അതിനോടൊപ്പം നമ്മുടെ ക്യാപ്സും, അവര് ഒരു തൊപ്പിയും വെച്ച് അവര് സ്വെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ വരിക. ആൻഡ് വൺ ബോയ് ഹാസ് എ ബാഗ് ഓവർ ഹിസ് ഷോൾഡർ. ഒരു പയ്യന്റെ കയ്യില്, അതിൽ രണ്ടുപേരുണ്ടായിരുന്നു, അതിൽ ഒരു പയ്യന്റെ തോളില്, ഷോൾഡറില് എന്തുണ്ടായിരുന്നു? ഒരു ബാഗ് ഉണ്ടായിരുന്നു. ദേ ആർ സോ ഹാപ്പി. അവർ ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത്. They are not saying anything, these boys. അവർ രണ്ടുപേരും ഒന്നും സംസാരിച്ചോണ്ടല്ല വരുന്നത്. അവരിങ്ങനെ നടന്നു വരുന്നുണ്ട്, പക്ഷെ അവരാരും ഒന്നും സംസാരിക്കുന്നേ ഇല്ല. I think if they could, they would take each other's arm. അപ്പോ അവരോട് പറയുന്നത്, ഇപ്പോ അവരങ്ങനെ സംസാരിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ അവരവിടെ സംസാരിക്കുകയാണെങ്കിൽ, they would take each other's arm. അവരിങ്ങനെ തോളിലെ കയ്യിലിട്ട്, തോളില് കൈയൊക്കെ ഇട്ട് അവരിങ്ങനെ ഷേക്കൻ്റെ കൊടുത്ത് അവർ സന്തോഷത്തോടെ ഇങ്ങനെ വരികയാണ്. അപ്പോ അവര് സംസാരിച്ചില്ലെങ്കിലും ഇപ്പൊ അവരിവിടെ പറയുന്നത് എന്താണെന്നറിയാവോ? അവരിവിടെ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നില്ല എങ്കിലും അവർക്ക് കൈയൊക്കെ പിടിച്ചിങ്ങനെ വരാമായിരുന്നു. They would take each other's arm. അവർ രണ്ടുപേരുടെ കൈയൊക്കെ പിടിച്ച് വരാമായിരുന്നു. അവരെ നോക്കി, അവർ കൈയൊക്കെ പിടിച്ച് വരുന്നത് കണ്ടില്ലേ? അപ്പോ അവരെങ്ങനെ ഒരുമിച്ച് വരികയാണ്. ഇറ്റ്സ് ഏർലി ഇൻ ദ മോർണിംഗ്. അത് വളരെ അതിരാവിലെ ആയിരുന്നു. ആൻഡ് ദേ ആർ ഡൂയിങ് ദിസ് തിങ് ടുഗദർ. അതായത് അവര് ഈ കാര്യം, എന്ത് കാര്യം? ഈ പത്രം വിതരണം ചെയ്യുന്നത്, ഇതവര് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ദേ കം ഓൺ സ്ലോലി. അവരിങ്ങനെ പതുക്കെയാണ് വരുന്നത്. The sky is taking on light. നമ്മുടെ ഇങ്ങനെ സമയം ഇങ്ങനെ നേരം വെളുക്കാനായിട്ട്, ഇങ്ങനെ അത് സൂര്യൻ ഉദിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അത് ചെറിയ ഒരു വ്യത്യാസം വരുന്നതേ ഉള്ളൂ. Though the moon still hangs pale over the water, such beauty that for a minute. അപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ the moon still hangs pale over the water. നമ്മളിങ്ങനെ വെള്ളത്തിൽ നോക്കുമ്പോഴേ ഇങ്ങനെ മൂണ്, അല്ല ഈ ചന്ദ്രന്റെ ഒക്കെ പ്രതിബിംബം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ലേ?
അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ആ ഒരു പേൾ പോലെ, അതായത് ആ മൂണിന്റെ ആ ഒരു ഷേപ്പ് നമുക്ക് വാട്ടറിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സച്ച് ബ്യൂട്ടി ദാറ്റ് ഫോർ എ മിനിറ്റ്. അത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. നെക്സ്റ്റ് പേജ്. Death and ambition, even love doesn't enter into this. Death, മരണമോ ആഗ്രഹമോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും തന്നെ ഇതിലേക്ക് വരില്ല. ഹാപ്പിനെസ്, ഇറ്റ് കംസ് ഓൺ അൺഎക്സ്പെക്ടഡ്ലി. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒന്നാണ്. ആൻഡ് ഗോസ് ബിയോണ്ട് റിയലി എനി ഏർലി മോർണിംഗ് ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ്. അതെന്ന് പറയുന്നത് ഈ ഒരു ഏർലി മോർണിംഗ്, നമ്മുടെ അതിരാവിലെ എപ്പോഴും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അത് ഈ രാവിലത്തെ സമയം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രഷനപ്പ് ആവുന്നതും ആ ഒരു തണുത്ത കാറ്റും എല്ലാം എന്ന് പറയുന്നത് അതൊരു ഹാപ്പിനെസ് തരുന്നതാണ്. അപ്പോൾ ഇവിടെയും നമ്മുടെ പോയറ്റിന്റെ ആ ഒരു മോർണിംഗ് ഇവിടെ പറയുകയാണ്. ഇവരുടെ 2 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 2 പയ്യന്മാര് ഇങ്ങനെ വന്നു. അവർ വന്നതിന് ശേഷം അവര് ഈ പത്രം ഇടാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു അവര് കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ പോകുന്നത് കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കവിക്ക് അതിയായ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ സന്തോഷമുള്ള രാവിലത്തെ ഒരു സമയത്തെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരാണ്? നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിന്റെ പോയറ്റ് എന്ന് പറയുന്നത് ആരാ? Raymond Carver. Okay, so first question. Who is the speaker of these lines? ഇതിലെ സ്പീക്കർ ആരാണ്? ഈ കവിത ആരായിരുന്നു? Raymond Carver. Yes, അതായത് നമ്മുടെ poet itself is the speaker. Okay. Pick out the expressions from the poem. Tell us about the time. ഇത് ഏത് സമയത്തെ കുറിക്കുന്നു എന്നുള്ള കാര്യം പറയുന്ന 2 വരികൾ അല്ലെങ്കിൽ 1-2 വരികൾ അതിൽ കാണും. അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്രഷൻ എന്താ ഇതില്? അതൊന്ന് കണ്ടുപിടിച്ചേ. ഇതിപ്പോ രാവിലെ ഇപ്പൊ സമയത്തെ പറയുന്ന അല്ലെ രാവിലത്തെ സമയമാണ് എന്നുള്ള കാര്യം പറയുന്ന ആ ഒരു വരികൾ എന്താ? It's early in the morning. It's early in the morning. Okay, where? So early, it's still almost dark out. Okay. Almost dark out എന്ന് പറയാൻ പറ്റും. എന്നാലും വേറെയും കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. The sky is taking on light. Sky is taking on light. അതായത് രാവിലെ സൂര്യൻ ഉദിക്കാൻ പോകുന്നതേ ഉള്ളൂ. Right, വേറെ? Such beauty that for a minute Spilled over the water. Exactly, the moon still hangs pale over the water. അതായത് ആ ഒരു ചന്ദ്രന്റെ ആ ഒരു പ്രതിബിംബം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. Okay, മനസ്സിലായോ അപ്പൊ അത്? Yes, sir. Next question. ഇതിൽ 2 എഴുതിയാ മതി. Okay. What does the poet mean by the usual morning stuff that passes for thought? അതായത് ഈ രാവിലത്തെ കാര്യങ്ങളെന്ന് നമ്മുടെ കവി ഇവിടെ പറയുന്നുണ്ടല്ലോ, അത് എന്തായിരിക്കും കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ യൂഷ്വൽ മോർണിംഗ് സ്റ്റഫ് ദാറ്റ് പാസസ് ഫോർ തോട്ട്. അതായത് രാവിലത്തെ കാര്യങ്ങൾ ചെയ്യാതെ
നമ്മുടെ ഈ ഒരു ചിന്തയിൽ മുഴുകി ഇങ്ങനെ നിൽക്കുക. രാവിലത്തെ കാര്യങ്ങൾ എന്തോ ചെയ്യാതെ ചിന്തയിൽ മുഴുകി നിൽക്കുക. എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത് കവി? എന്തായിരിക്കും അറിയാമോ? എന്താ? രാവിലത്തെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, അത് നമ്മുടെ കവി ഇവിടെ എന്താ ചെയ്യുന്നേ? ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പക്ഷെ പുള്ളിക്കാരൻ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യൂഷ്വൽ മോർണിംഗ് സ്റ്റാഫ് ദാറ്റ് പാസസ് ഫോർ തോട്ട്. അതായത് ചിന്തയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്കിവിടെ ഈ ഒരു സമയമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരെ ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അവരെ നോക്കിയിട്ട് നമ്മുടെ പയ്യന്മാർ രണ്ടുപേരുണ്ട്, രണ്ടുപേരെ നോക്കിയതിന് ശേഷം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക. പുള്ളിക്കാരൻ ഒരു കോഫി വെച്ചോണ്ട് നിൽക്കുക. പക്ഷെ അല്ലാതെ പുള്ളിക്കാരൻ അവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ. അതായത് the poet means that he forget his morning routine when he saw the boys delivering newspaper with happiness. അവർ സന്തോഷത്തോടെ ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഇവര് മറന്നുപോയി. എന്ത് മറന്നു? ഈ പുള്ളിക്കാരൻ നമ്മുടെ കവി എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്നാണ് പറയുന്നത്. ദിയോ അൺമ്യൂട്ട് ചെയ്തേ. സാർ ഏതാ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന? ഗ്രാമർ ടെസ്റ്റ് ആണോ സാർ? അല്ല, എത്ര മണിക്കാ ക്ലാസ്? 7:30. സമയത്തിനായി 7:45. 7:45. ഇവിടെ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് തീർന്നു, ടെക്സ്റ്റിലുള്ളത്. ഹാപ്പിനെസ് ആണോ? ആ എടാ, ഇതൊരു കുഞ്ഞു കവിതയല്ലേ? ഞാൻ എന്തായാലും ഇതിപ്പോ ഇപ്പൊ നീ, പിന്നെ അടുത്ത് ദിയോ, പിന്നെ ആരാ ലേറ്റ് ആയിട്ട് വന്നേ? ലേറ്റ് ആയിട്ട് കയറിയത് ആരാ? ലിനിയ. റൈറ്റ്, ഓക്കെ. അപ്പൊ ലിനിയയും വന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ അതിന്റെ ജസ്റ്റ് ഒരു സമ്മറി പറഞ്ഞുതരാം. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടോളണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഒരു സമ്മറി ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കവിയുടെ രാവിലെ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. അപ്പോ രാവിലെ പുള്ളിക്കാരൻ ഒരു കോഫിയായിട്ട് നിന്നപ്പോ, അതായത് ഒരു വിൻഡോയുടെ അടുത്ത് നോക്കിയപ്പോ രണ്ടുപേര്, അതായത് നമ്മുടെ രണ്ട് കുട്ടികള് ഇങ്ങനെ, രണ്ട് ബോയ്സ്, അവരിങ്ങനെ ന്യൂസ് പേപ്പർ കൊടുക്കാനായിട്ട് റോഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതായത് ന്യൂസ് പേപ്പർ കൊടുക്കുന്ന പയ്യന്മാരാ. അപ്പൊ അവരിങ്ങനെ ഒന്നും സംസാരിക്കാതെ കൈയോട് കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കുക. അപ്പോ അവരെ കുറിച്ച് അവരെ ഇങ്ങനെ നോക്കുക, നമ്മുടെ കവി നോക്കുക, എന്താ അവരെന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നിട്ട് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോ അവരുടെ അപ്പിയറൻസ്, അവർ ഒരു ക്യാപ്പും 2 സ്വെറ്റേഴ്സ് ഒക്കെ ഇട്ടാണ് രണ്ടുപേരും ഇങ്ങനെ പോകുന്നത്. പിന്നെ അവരുടെ തോളിൽ ഒരു ബാഗൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല, പക്ഷെ അവര് കൈയൊക്കെ ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത്. അപ്പോ എന്നിട്ട് രാവിലെ നോക്കിയപ്പോ രാവിലെ നേരം വെളുക്കാൻ പോകുന്നതേ ഉള്ളൂ, സൂര്യൻ ഉദിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ ആ ഒരു ആകാശത്ത് ചെറിയ വെളിച്ചം വരുന്നതേ ഉള്ളൂ. നമ്മുടെ ആ മൂണിന്റെ പ്രതിബിംബം നമുക്ക് ഇപ്പോഴും വാട്ടറിൽ കാണാൻ പറ്റും. ഈ ഒരു കാഴ്ചകളെ കണ്ടപ്പോ പുള്ളിക്കാരൻ തന്നെ പറയുക, ഇതെന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ്. അല്ല എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെന്റ് ആണ് ഈ ഒരു ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ രാവിലത്തെ സൺറൈസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എത്ര മണിക്ക്? എത്രയാ ദിയോ പറഞ്ഞേ? എത്ര മണിക്കാ?
ഞാൻ 8 മണിക്ക് എണീക്കും. അപ്പൊ പിന്നെ ഇല്ല. 8 മണിക്ക് ഓക്കെ. ഇത് ലിനിയ കണ്ടിട്ടുണ്ടോ രാവിലത്തെ സൺറൈസ്? എത്ര മണിക്കാ? 6 മണിക്ക്. അതും അവിടെ ചോദിക്കുക. അതും അവര് പറഞ്ഞുതരാൻ നിനക്ക് അറിയത്തില്ലേ? അറിയാം. ഓക്കെ. അപ്പൊ 6 മണിക്കാണോ സൺറൈസ്? എവിടെ വെച്ചാ കണ്ടിട്ടുള്ള സൺറൈസ്? കന്യാകുമാരി. അടുത്ത അദ്വൈത്, 6:30 എവിടെ വെച്ചാ കണ്ടിട്ടുള്ളേ? വീട്ടിൽ വെച്ചാണ്. ഞാനുണ്ടല്ലോ, ഞാന് ഹൈദരാബാദ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന അവിടെ എന്ന് പറയുന്നത് ഒരു ഇത് മൗലാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലുള്ള ഒരു സ്ഥലം. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സ് കൂടെ രാത്രി 3 മണിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അവിടേക്ക് പോകും. ഏകദേശം 45 കിലോമീറ്റേഴ്സ് കാണും അവിടത്തേക്ക് പോകാനായിട്ട്. നമ്മൾ ബൈക്കിൽ പോകും. രാവിലത്തെ സൺറൈസും കണ്ട്, അതായത് നമുക്ക് ഇങ്ങനെ അവിടെ പോയി ഇരിക്കുമ്പോൾ ആ സൺ എങ്ങനെയാ വരുന്നത്, അതായത് ആദ്യം ജസ്റ്റ് ഒരു ലൈറ്റ് റെഡ് കളർ ആവും, അത് കഴിഞ്ഞിട്ട് അതായത് ഒരു ബ്ലൂയിഷ് കളറിൽ നിന്ന് ഒരു ബ്ലൂയിഷ് റെഡ് കളർ ആവും, അത് കഴിഞ്ഞിട്ട് അതിലൊന്നൊരു ചേഞ്ച്, അതെല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും. രാവിലെ 3 മണിക്ക് പോയിട്ട് ഒരു 7:30 വരെ അവിടെ ഇരിക്കും. അപ്പോ ഒരു പ്രോപ്പർ സൺറൈസ് തുടക്കം തൊട്ട് ഏകദേശം എത്തുന്നതിന് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതൊക്കെ സ്ഥലത്തിന്റെ പേരെന്താ? ഏതാടാ ഞാൻ പറഞ്ഞതോ? ഞാൻ പറഞ്ഞ മൗലാലി, ഹൈദരാബാദിലുള്ള ഒരു സ്ഥലം. എന്താ? ആ ഫുള്ളും കണ്ടായിരുന്നു. അതല്ലേ പറഞ്ഞത്. അതായത് നമ്മളത് കാണാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ രാവിലെ 3 മണിക്ക്, അതായത് രാത്രി 3 മണിക്ക് നമ്മളിങ്ങനെ പോയി. ഇങ്ങനെ പോയതിന് ശേഷം അവിടെ നമ്മളവിടെ ഇരിക്കും. നമ്മളവിടെ ഇരുന്നതിന് ശേഷം ഇത് കാണും. അവിടെ ഇങ്ങനെ കൂളായിട്ടിരിക്കുക. നമ്മളെപ്പോഴും ഈ ഒരു കവിതയൊക്കെ വായിക്കുമ്പോണ്ടല്ലോ എനിക്കിങ്ങനെ തോന്നുന്നത്, ഇപ്പോ ആ സമയത്ത് നമുക്കിങ്ങനെ നമ്മളെല്ലാരും കൂടെ ഇരിക്കുന്നെങ്കിലും നമ്മൾ ആ ഒരു ക്ലൈമറ്റിൽ നമുക്കിങ്ങനെ സംസാരിക്കാനോ ഒന്നും തോന്നത്തില്ല. നമ്മളിങ്ങനെ കൂളായിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. ആ ഒരു തണുത്ത കാറ്റും, അതും ഒരു ഏതെങ്കിലും പാറയുടെ ഒക്കെ മുകളിൽ അലിഞ്ഞു കയറിയിട്ട് അതിന്റെ മുകളിലൊക്കെ ആയിരിക്കും ഇരിക്കുക നമ്മള്. ശരിക്കും സമയം എടുക്കൂലേ അത് കാണാൻ? അതാ പറഞ്ഞത്, നമ്മൾ രാത്രി 3 മണിക്ക് പോകും. ഒരു 45 കിലോമീറ്റേഴ്സ് അല്ല, അപ്പൊ ഒരു 30-35 മിനിറ്റ്സിൽ നമ്മൾ അവിടെ എത്തും. രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നും കാണത്തില്ല, നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അപ്പൊ ബൈക്കിലാ പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കുമ്പോൾ ഒരു 5:30 കഴിയുമ്പോൾ ചെറിയ ആ ഒരു ചേഞ്ചസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ചേഞ്ചസ് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് റെഡി ആവും. അപ്പൊ അവിടെയൊക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലേറ്റ്, അതായത് ആ സമയത്ത് നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 7-7:30 വരെ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. അങ്ങനെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സൺറൈസ് കാണണം കേട്ടോ. നല്ല രസം. അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ. നമുക്ക് ബാക്ക് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളപ്പോ 2-3 ക്വസ്റ്റ്യൻ നോക്കി. 4ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡു ദ ന്യൂസ് പേപ്പർ ബോയ്സ് എന്താടാ? സാറിന്റെ ആൻസർ ടെക്സ്റ്റിൽ എഴുതണോ ബുക്കിൽ എഴുതണോ? ടെക്സ്റ്റിൽ എഴുതിയിട്ട് ബുക്കിൽ എഴുതണോ? ബുക്കിൽ എഴുതണം. അല്ല, ബുക്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും നാളെ അല്ലെ മറ്റന്നാൾ നിങ്ങൾക്ക് ഈ നോട്ട് കൂടെ ഞാൻ അയച്ചുതരാം. ഇതിന് മുമ്പത്തെ നോട്ട് വരെ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ നാളെ അല്ലെ മറ്റന്നാൾ ഞാൻ ഇതിന്റെ നോട്ട് കൂടെ ഞാൻ തരാം. അത് ഈ ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ഇപ്പൊ നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ, വൈ ഡു ദ ന്യൂസ് പേപ്പർ ആൻഡ് സ്വെറ്റേഴ്സ്, അവരെന്തിനാണ് ഈ ക്യാപ്പും സ്വെറ്ററും എല്ലാം ധരിച്ചിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? Sir, there is so cold. Cold, right answer, because it's cold wintry day.
അതായത് ഭയങ്കര വിൻഡും ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വിന്റർ സീസൺ ആണ്, നല്ല തണുത്ത ഒരു വിന്റർ സീസൺ ആണ്. അതുകൊണ്ടാണ് അവര് ഈ ഒരു ക്യാപ്പും ഈ ഒരു കോട്ട്, അതായത് നമ്മുടെ സ്വെറ്റേഴ്സും എല്ലാം ധരിച്ചിരുന്നത്. യൂഷ്വലി ചിൽഡ്രൻ ടോക്ക് അബൌട്ട് മെനി തിങ്സ് വെൻ ദേ ആർ ടുഗദർ. നമ്മൾ യൂഷ്വലി നിങ്ങൾ ഫ്രണ്ട്സിനെ കാണുമ്പോഴിങ്ങനെ ചിലവരാന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ അല്ലേ? ഇത് നമ്മൾ പ്രാക്ടീസിനൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ചിലവരാന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ? But the poet says they are not saying anything. What may be the reason? പക്ഷെ ഇവിടെ പോയറ്റ് പറയുന്നത് ഈ രണ്ട് കുട്ടികള്, പത്രം ഇടാൻ പോയ ഈ കുട്ടികള്, ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? എന്തായിരിക്കും കാരണം? സാർ സംസാരിച്ച നല്ല ശബ്ദമായി എല്ലാവരും എണീക്കും പെട്ടെന്ന്. റൈറ്റ്, ഓക്കെ. ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാരും എണീക്കും. അപ്പോ അവര് they were enjoying that silence. നമ്മള് ഇപ്പൊ ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഹൈദരാബാദ് വെച്ച് ഇവിടെ പോയപ്പോ നമ്മളിങ്ങനെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ തോന്നത്തില്ല, പ്രത്യേകിച്ച് ഈ രാവിലത്തെ സമയത്ത്. എന്തെന്നറിയോ, അതായത് നമ്മൾ അത്രയ്ക്ക് നമ്മൾ ആ ഒരു എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ അതിന് ആ ഒരു ഏർലി മോർണിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അവർക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നത്തില്ല. അത് എൻജോയ് ചെയ്യും. എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ സംസാരിക്കണമെന്നില്ലല്ലോ. സംസാരിക്കാതെ നമുക്ക് എൻജോയ് ചെയ്യാം. അത് തന്നെയാണ് ഇവിടെ അവരും ചെയ്തത്. അവര് they were enjoying happiness with silence. അപ്പോ അവരെ സൈലൻസിനെ ആണ് എൻജോയ് ചെയ്യുന്നത്. Next question. The sky is taking on light. What does this line convey? The sun is taking on light. ആകാശത്ത് വെളിച്ചം വന്നു തുടങ്ങി. എന്താണ് കൺവേ ചെയ്യുന്നത്? രാവിലെ ആകാൻ പോകുന്നു. വെരി ഏർലി ഇൻ ദ മോർണിംഗ്. അതായത് മോർണിംഗിനെ അവരവിടെ പറയുന്നതാണ്. ആകാശത്ത് ലൈറ്റുകൾ ചെറുതായിട്ട് വന്നു തുടങ്ങി, രാവിലെയായി, അതായത് സൂര്യൻ ഉദിക്കാൻ പോകുന്നു. ഇറ്റ്സ് ടൈം ടു, അതിനെയാണ്. ഓക്കെ, അപ്പൊ 6 ക്വസ്റ്റ്യൻ. അപ്പൊ അതിലുള്ള അത്രയും കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നാലും ദിയോയുടെ ആ ഒരു ഉത്തരത്തില് അത്ര ഒരു ഇതില്ല, എനിക്കറിയാം. പക്ഷെ കാര്യം നേരത്തെ നീ കേറിയില്ല, അതുകൊണ്ട് മിസ്സായി. കുഴപ്പമില്ല, ആ വീഡിയോ കാണണം കേട്ടോ, അപ്പൊ പിടികിട്ടും. So activity number 1. Here are some words that denote different kind of fit. അപ്പോ ഇവിടെ പലതരത്തിലുള്ള വിൻഡിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒരു വിൻഡിന്റെ പലതരത്തിലുള്ള വേർഡ്സിനെ ഇവിടെ പറയുന്നുണ്ട്. Look up a dictionary and find out the different shades of meaning of the words given below. അപ്പോ ഇതിനെയൊക്കെ നിങ്ങൾ ഒരു ഡിക്ഷണറി നോക്കിയിട്ട് ഇതിന്റെ മീനിങ് കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യാം? ഡിക്ഷണറി കയ്യിലുണ്ടോ? ആരുടെയും ഡിക്ഷണറി ഉണ്ടോ? ഒരു കാര്യം, ഉള്ളവര് ഡിക്ഷണറി എടുക്കുക, ഇതിന്റെ അത്രയും മീനിങ് ഒന്ന് കണ്ടുപിടിച്ചേ. അഫ്സൽ, ഡിക്ഷണറി ഉണ്ടോടാ? ഇല്ല, സാരമില്ല. ലിനിയ, അൺമ്യൂട്ട് ചെയ്ത്. ലിനിയ, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. വേറെ ആരുടെ കയ്യില് ഡിക്ഷണറി ഉണ്ട്? ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കിക്കേ. ഡിക്ഷണറി ഉള്ളവര്. ഓക്കെ, ഉള്ളവര്. ഓക്കെ, ഉണ്ടല്ലോ. മനീഷ് അല്ലേ പറഞ്ഞേ? അപ്പൊ മനീഷ്, ഇതിന്റെ വേർഡ്സിന്റെ മീനിങ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കേ. ഇല്ലാത്തവര് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കേ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ.
ചെയ്തോ. ഓക്കെ, അപ്പോ ഇവിടെ പക്ഷെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. യു ഹാവ് ഐഡന്റിഫൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇതെന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിൻസ് ആണ്. അപ്പൊ അത് എപ്പോഴൊക്കെ ഉള്ളതാണ്, എങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത് നിങ്ങൾ അത് കണ്ടുപിടിക്കണം. ജസ്റ്റ് ഡിക്ഷണറി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ക്രോസ് വേർഡ് പസിൽ നമുക്ക് ഫില്ല് ചെയ്യണം. ഇവിടെ ക്രോസ് വേർഡ് പസിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മുടെ പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ക്രോസ് വേർഡ് പസിലൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 4 വാക്കുകൾ ഉണ്ട്. അപ്പൊ എക്രോസ് 2 വാക്ക് എഴുതണം, ഡൗൺ 2 വേർഡ് എഴുതണം. അപ്പൊ ഈ വാക്കുകൾ ഈ സ്റ്റോം, ബ്രീസ്, ടെമ്പസ്റ്റ്, ഹുറിക്കെയിൻ, അപ്പോ ഇത് 4ഉം എവിടെയൊക്കെ വരുമെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയേ. എക്രോസ് ഫസ്റ്റ് വൺ ഏത് വരുമായിരിക്കും? പറയുന്നവരെ അൺമ്യൂട്ട് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. നമ്പർ 4 വരുമായിരിക്കും. അല്ല, നമ്പർ 1 ഏത് വരുമായിരിക്കും? Hurricane. നമ്പർ 1 ഹ്യൂറിക്കെയിൻ. ഓക്കെ, നമ്പർ 2. ഓക്കെ, 2 ഏത് വരും? ടെമ്പസ്റ്റ്. ഓക്കെ, ടെമ്പസ്റ്റ്. ഓക്കെ, അപ്പൊ 3 ഏത് വരും? നമ്മുടെ 3 Breeze. 4 Storm. ടെമ്പസ്റ്റ്, സ്റ്റോം. ഓക്കെ, ഫൈൻ. അപ്പോ മീനിങ്ങിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്, അത് നിങ്ങൾ ചെയ്യണം. Activity number 2. Read the passage given below. It was a season of rain. Lily and baby were on their way to school. It may rain soon, Lily said. അപ്പോ ഇത് നമ്മൾ ലില്ലിയുടെ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പോ അതെന്ന് പറയുന്ന ഒരു മഴക്കാലമാണ്. ലില്ലി ആൻഡ് ബേബി വേർ അവർ സ്കൂളിലേക്ക് പോകുന്നു. അവര് ഉടനെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ബേബി ലുക്ക്ഡ് ഔട്ട്, ദ സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ്. അപ്പോൾ ആകാശം നിറയെ കാർമേഘം കൊണ്ട് നിറയുന്നു. എ സ്ട്രോങ് വിൻഡ് ബ്ലൂ. ഇറ്റ് ബിഗാൻ ടു റെയിൻ. വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ് വാസ് ഫ്ലോയിങ് ത്രൂ ദ. ആക്ടിവിറ്റി 2 ആണോ? ആക്ടിവിറ്റി 2. അപ്പോ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി 2 നമുക്കിവിടെ എന്താ ചെയ്യണ്ടേ? ഇതില് ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. ഇതിൽ കുറച്ച് വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് മാറ്റി എഴുതണം. അതായത് നോട്ട് ദ അണ്ടർലൈൻ ഫ്രേസസ് ഇൻ ദ പാസേജ്. ഇതിൽ കുറച്ച് ഫ്രേസസ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ ഫ്രേസ് ദ സീസൺ ഓഫ് റെയിൻ, അതിനെ നമുക്ക് എന്തെഴുതാൻ പറ്റും? അത് സീസൺ ഓഫ് റെയിൻ എന്ന് പറയുമ്പോൾ റെയിനി സീസൺ എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ മഴക്കാലമാണ്, അപ്പൊ സീസൺ ഓഫ് റെയിൻ എന്ന് ഇങ്ങനെ നിരത്തി പിടിച്ച് എഴുതുന്നതിനേക്കാളും, അതായത് ഇത്രയും വിസ്തരിച്ച് എഴുതുന്നേരം നമുക്ക് ചുരുക്കി നമുക്ക് റെയിനി സീസൺ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതെവിടെ എഴുതണ്ട സാർ? ഓക്കെ, അത് നിങ്ങൾ പാരഗ്രാഫ് 1 നിങ്ങൾ എടുത്ത് എഴുതണം. അടുത്ത് നോട്ടിൽ എഴുതുമ്പോൾ നിങ്ങൾ അത് 1 എടുത്ത് എഴുതണം. ഓക്കെ, അപ്പോ സീസൺ ഓഫ് റെയിൻ എന്ന് ഇതില് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് എഴുതാം? സീസൺ ഓഫ് റെയിനെ നമുക്ക് റെയിനി സീസൺ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തതിലേക്ക് വരുന്നത് വെയിറ്റ് ചെയ്തോ. നോട്ട്ബുക്കിൽ എഴുതണോ? ഇതൊക്കെ നോട്ട്ബുക്കിൽ എഴുതണം. അടുത്ത് ദ സ്കൈ എഴുതണോ? ഇറ്റ് വാസ് റെയിനി സീസൺ ലില്ലി ആൻഡ് ബേബി, അങ്ങനെ ക്വസ്റ്റ്യൻ എഴുതണോ? ക്വസ്റ്റ്യൻ എഴുതണ്ട. അതിൽ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഈ ആക്ടിവിറ്റിയിൽ എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. റീറൈറ്റ് ദ 2 other underlined phrases as shown above. അല്ലെങ്കിൽ ആക്ടിവിറ്റി 2 എന്ന് എഴുതിയിട്ട് ആൻസർ മാത്രം എഴുതിക്കും. ആക്ടിവിറ്റി 2 എന്ന് എഴുതിയിട്ട് ആൻസർ മാത്രം എഴുതിക്കും. അപ്പൊ സാർ ആക്ടിവിറ്റി 1 ആക്ടിവിറ്റി 1 കഴിഞ്ഞല്ലോ. ഞാനില്ലായിരുന്നു സാർ. സാർ അത് നോട്ട്ബുക്കിൽ എഴുതണ്ടേ? അത് എഴുതേണ്ടത് ഇടാ. ഡിയോ ആക്ടിവിറ്റി പറഞ്ഞത് ഫസ്റ്റ് ആക്ടിവിറ്റിയുടേത്. അതിൽ ഈ 4 വാക്കുകൾ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡ്,
അതിന്റെ മീനിങ് എപ്പോഴാണെന്നുള്ള കാര്യം, അത് എന്ത് തരം കാറ്റാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കണം. ഡിക്ഷണറി നോക്കി കണ്ടുപിടിക്കുക. ഓക്കെ, സാർ ഇപ്പൊ പറഞ്ഞല്ലോ കുറെ വാക്കുകൾ. അതില് സ്റ്റോം ബ്രീസ്, സ്റ്റീം ബെസ്റ്റ്, ഹറിക്കേൻ അങ്ങനെ വാക്കുകൾ എടുക്കൊണ്ടോ ഇതില്? അതാടാ എടാ, അത് ആക്ടിവിറ്റി 1 അതിന്റെ മീനിങ് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാ. എന്നിട്ട് നോട്ടിൽ എഴുതുമ്പോൾ എന്തെഴുതും? ഇവിടെ എഴുതുക എക്രോസ് എന്ന് എഴുതിയതിനു ശേഷം ഇവിടെ 1ലും 2ലും എഴുതാൻ പറ്റുന്ന വാക്കുകൾ ഏതാണെന്ന് നോക്കിയിട്ട് ഇവിടെ എക്രോസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് തൊട്ടുതാര അത് എഴുതുക. അടുത്ത ഡൗൺ. ഡൗൺ എന്ന് പറയുമ്പോൾ ഇവിടെ 3ഉം 4. അതായത് ഈ ഒരു ഇത് നോക്കിയോ, ക്രോസ് വേർഡ് പസിൽ നോക്കിയോ, ഈ പസിലുള്ള കാര്യം ഈ പറയുന്നത്. അപ്പോ 3ഉം 4ഉം എന്ന് പറയുന്നത് ഡൗൺ, 1ഉം 2 എന്ന് പറയുന്നത് എക്രോസും ആണ്. അപ്പൊ അതിൽ ഏതൊക്കെ വാക്കുകൾ വരും എന്നുള്ള കാര്യം നോക്കി എഴുതണം. Sir, activity 2 read the passage given below എഴുതിട്ട് rainy season എന്നിട്ട് അടുത്തത് അങ്ങനെ എഴുതി പോണം. അടുത്തതിന്റെ ആൻസർ ഒക്കെ അത് എഴുതേണ്ട എങ്ങനെയാണെന്ന് അറിയാവോ? സീസൺ ഓഫ് റെയിൻ എന്ന് എഴുതുക, എന്നിട്ട് ഒരു വര ഇടുക, എന്നിട്ട് റെയിനി സീസൺ എന്ന് ആദ്യം പറഞ്ഞു. ഒരു ആക്ടിവിറ്റി 1 എന്ന നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അക്രോസ് എന്ന് എഴുതി അതിന്റെ 1ഉം 2ഉം അങ്ങനെ ഓർഡർ ആയിട്ട് അങ്ങ് എഴുതണോ? നമ്പർ ഇട്ട്? അതെ അതെ. അപ്പൊ ആ പസില് വരയ്ക്കണ്ടേ സാർ? ഇല്ല, പസില് വരയ്ക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് എഴുതിയാ മതി. വരച്ച് സമയം കളയണ്ട. ഇപ്പൊ വരയ്ക്കാനായിട്ട് അങ്ങനെ ഫുൾ ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ 1 എന്ന് പറയുന്നത് ഇവിടെ 1 2 3 4 5 6 7 8 9 ലെറ്റേഴ്സ് വരുന്ന വാക്ക് ഏതാണ് എന്നുള്ള കാര്യം നോക്കി വേണം 1ല് എഴുതേണ്ടത്. കേട്ടോ? നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടെ നോക്കി എഴുതുക. അഫ്സൽ എന്താ പറഞ്ഞേ? സർ ആക്ടിവിറ്റി 1 ഉം 2 എന്താ അഫ്സൽ പറയും? സർ ആക്ടിവിറ്റി 1 എന്ന് വെച്ചിട്ട് ഈ സ്റ്റോമിന്റെ മീനിങ്സ് ഒക്കെ എഴുതണ്ടേ സർ? മീനിങ്സ് എഴുതണം. മീനിങ്സ് എഴുതിയതിനു ശേഷം എക്രോസ്, അത് കഴിഞ്ഞിട്ട് ആ 2 വാക്ക് ഡൗൺ, 3 4 എഴുതുക. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ ആക്ടിവിറ്റി 2 ഇത് നമ്മുടെ സർ ദിയ പറഞ്ഞു. ആക്ടിവിറ്റി 1 ഉം 2 ഉം കഴിഞ്ഞിട്ടാണോ സാർ ആദ്യം കിടക്കുന്ന ക്വസ്റ്റ്യൻസ് 1 2 3 4 5 6 വരെയുള്ള? അത് ഞാൻ അയച്ചു തന്നിട്ട് എഴുതിയാലും മതി. ഞാൻ അയച്ചു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി, പക്ഷെ ഞാൻ അയച്ചു തരാം. അത് അങ്ങനെയാണെങ്കിൽ എഴുതി. ഇത് ആക്ടിവിറ്റി എഴുതി കഴിഞ്ഞതിന് ശേഷമായാലും കുഴപ്പമില്ല, എപ്പോഴായാലും പ്രശ്നമല്ല. കേട്ടോ? സർ നോട്ട്ബുക്കിൽ പസിൽ വരയ്ക്കണ്ടല്ലോ? ഇല്ല, പസിൽ വരയ്ക്കണ്ട, എഴുതിയാൽ മാത്രം മതി. ഓക്കെ. അപ്പോ ആക്ടിവിറ്റി 2. അപ്പൊ സീസൺ ഓഫ് റെയിൻ നമുക്ക് എഴുതാൻ പറ്റും റെയിനി സീസൺ എന്ന്. ആഷ്ന നേരത്തെ എന്തോ ചോദിച്ചല്ലോ, എന്തായിരുന്നു ആഷ്ന? അപ്പോ സീസൺ ഓഫ് റെയിൻ നമുക്ക് റെയിനി സീസൺ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്ലൗഡി സ്കൈ. എന്താ പറഞ്ഞേ? ക്ലൗഡി സ്കൈ. ക്ലൗഡി സ്കൈ. അതായത് നമുക്ക് സീസൺ ഓഫ് റെയിനിനെ റെയിനി സീസൺ എന്ന് എഴുതാം. അതിനെ ഇവിടെ നമുക്ക് എന്തെഴുതാം? ക്ലൗഡി സ്കൈ. ഓക്കെ. അടുത്ത് വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ്. അതിനെ നമുക്ക് എന്തെഴുതാൻ പറ്റും? മഡി വാട്ടർ. മഡി വാട്ടർ. അപ്പൊ അതിനിടയ്ക്കുള്ള വാക്കുകളൊക്കെ എടുത്ത് കളയുക സിമ്പിൾ ആയിട്ട്. അത് എന്താണെന്നുള്ള കാര്യം എഴുതുക, മഡി വാട്ടർ. ചിലപ്പോൾ ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഇനി എക്സാമിന് ചോദിക്കുന്നത് ഇതേപോലത്തെ ഏതെങ്കിലും കുറച്ച് ഒരു പാരഗ്രാഫ് ഒക്കെ തന്നിട്ട് ഞാൻ ചിലപ്പോൾ ചോദിക്കും അതിലുള്ള വാക്കുകളുണ്ട്, അതിൽ ഞാൻ ഇതേപോലെ മാറ്റി എഴുതിയിരിക്കും, എന്നിട്ട് അതിനെ റീഫ്രേസ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. കേട്ടോ? ഓക്കെ. അപ്പൊ ഇതിൽ എഴുതേണ്ട ഇത്രേ ഉള്ളൂ. ആക്ടിവിറ്റി 2 എന്ന് നമ്പർ ഇടുക, സീസൺ ഓഫ് റെയിൻ എന്ന് കൊടുക്കുക, എന്നിട്ട് റെയിനി സീസൺ. അടുത്തത് സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ്, അടുത്ത് ക്ലൗഡി സ്കൈ, അടുത്ത വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ്, അതിന്റെ ഹൈഫൺ ഇട്ടിട്ട് മഡി വാട്ടർ. അത്രേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. I have a talking parrot, Gina said. അപ്പോ
ഇതില് ഓക്കെ, ഇത് നമുക്ക് ആദ്യം വായിക്കാം, വായിച്ചതിന് ശേഷം നോക്കാം. ഐ ഹാവ് എ ടോക്കിംഗ് പാരറ്റ്. ജീന സർ, ജീന പറഞ്ഞു എനിക്കൊരു സംസാരിക്കുന്ന തത്ത ഉണ്ട്. ബിനു ആൻഡ് മുബീന വെന്റ് ടു ജീനാസ് ഹൗസ്. അപ്പോ ബിനുവും മുബീനയും എന്ത് ചെയ്തു? ജീനയുടെ വീട്ടിലേക്ക് പോയി. ദേ സോ എ പാരറ്റ്, ഇറ്റ് കുഡ് സ്പീക്ക്. അവരൊരു പാരറ്റിനെ കണ്ടു, ഒരു തത്തയെ കണ്ടു, അതിന് സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഇറ്റ് ഈസ് ആൻ ഇംഗ്ലീഷ് പാരറ്റ്, ജീന സെഡ്. അപ്പൊ ജീന പറഞ്ഞു ഇതൊരു ഇംഗ്ലീഷ് പാരറ്റ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പാരറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോ മുബീന പറയാ മേക്ക് ഇറ്റ് സ്പീക്ക്, അതിനോട് സംസാരിപ്പിക്കുക. വാട്ട് ഈസ് യുവർ കളർ? ജീന ആസ്ക്ഡ് ഹെർ പാരറ്റ്. അപ്പോ ജീനയുടെ അടുത്ത്, ജീന ഉടനെ ആ പാരറ്റിന്റെ അടുത്ത് ചോദിച്ചു, വാട്ട് ഈസ് യുവർ കളർ? നിന്റെ കളർ എന്താ? അപ്പോ പാരറ്റ് റിപ്ലൈഡ്, ഐ ആം ഗ്രീൻ. ഐ ആം ഗ്രീൻ എന്ന് പാരറ്റ് റിപ്ലൈ ചെയ്തു. വാവ്, ഇറ്റ് ഈസ് റിയലി ആൻ ഇംഗ്ലീഷ് പാരറ്റ്. ഓ കൊള്ളാലോ, ഇതൊരു നല്ലൊരു ഇംഗ്ലീഷ് പാരറ്റ് ആണല്ലോ, ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന പാരറ്റ് ആണല്ലോ. ബിനു ആൻഡ് മുബീന സെറ്റ് ടുഗദർ. ബിനുവും മുബീനയും അവരെ ഒരുമിച്ച് പറഞ്ഞു. They went near the parrot and stretched their hands to touch it. അപ്പോ അവരെന്ത് ചെയ്തു? ബിനു മുബീന എന്ത് ചെയ്തു? അവര് ഒരുമിച്ച് പോയി അവരുടെ കൈ തട്ടി പാരറ്റിന്റെ അടുത്ത് പോയതിനു ശേഷം സ്ട്രെച്ച് ദെയർ ഹാൻഡ്സ്, അതായത് കൈ നീട്ടി അതിനെ തൊടാൻ ശ്രമിച്ചു. ലിസൺ ഫ്രണ്ട്സ്, ബി കെയർഫുൾ. ഇഫ് യു ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ഇറ്റ് വിൽ ഗെറ്റ് ആംഗ്രി ആൻഡ് പെക്ക് യു. ബീന ആൻഡ് മുബീന were worried. അപ്പോ പറയുകയാണ്, ലിസൺ ഫ്രണ്ട്സ്, നിങ്ങൾ കേൾക്കുക, ശ്രദ്ധിക്കുക, ബി കെയർഫുൾ, ശ്രദ്ധിക്കുക. നിങ്ങള് ഒരു ക്വസ്റ്റ്യൻ പോലും അതിനോട് ചോദിച്ചില്ല എങ്കിൽ അതിന് ഭയങ്കര ദേഷ്യമാവും, അവര് നിങ്ങളോട് ഉടക്കുണ്ടാക്കും, അല്ലെങ്കിൽ അതാര്? നമ്മുടെ പാരറ്റിന് ദേഷ്യം വരും. ബിനുവും അപ്പോ അത് കേട്ടപ്പോ ബിനുവിനും മുബീനയ്ക്കും ഭയങ്കര വറി ചെയ്തു, വിഷമമൊക്കെ തോന്നി. they did not know how to ask questions. അപ്പോ നമ്മുടെ മുബീനയും ബിനുവും വറി ചെയ്ത് എന്തിനെന്നറിയാവോ? they did not know how to ask question. അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അറിയത്തില്ല, എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. I can help you, see what I ask, ജീന said. അപ്പോ ജീന പറഞ്ഞു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എങ്ങനെയാ? ജീന, വേർ ഈസ് യുവർ മദർ? അപ്പോ അതിനോട് ചോദിക്കുക, വേർ ഈസ് യുവർ മദർ? നിന്റെ അമ്മ എവിടെയാണ്? അപ്പൊ പാരറ്റ് റിപ്ലൈ കൊടുത്തു, മൈ മദർ ഈസ് ഇൻ ലണ്ടൻ. എന്റെ അമ്മ ലണ്ടനിൽ ആണ്. ജീന, മുബീന, നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. അപ്പോ എന്നിട്ട് ഉടനെ തന്നെ അടുത്ത മുബീന എടുത്ത് പറയാ, മുബീന നീ ചോദിക്കുക. അപ്പൊ മുബീന ചോദിക്കുക, ഹു ആർ യു? മുബീന ആസ്ക്ഡ് ഇൻ എ ലോ വോയിസ്. അപ്പോ ചോദിച്ചു, നീ ആരാണ്? പാരറ്റിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ആരാണ്? ഹു ആർ യു? The parrot was happy. പാരറ്റ് ഭയങ്കര സന്തോഷമായി. It replied, I am a parrot. ഞാനൊരു തത്തയാണ്. Oh, that's good. Come on, Binu. Now you try. അപ്പോ നമ്മുടെ ജീന പറയാ, കൊള്ളാലോ, അപ്പൊ നീ ചോദിച്ചല്ലോ, അപ്പൊ പിന്നെ അടുത്ത് now it's your turn, അതായത് now you try, അതായത് അടുത്തിന് ബിനുവിന്റെ ചോദ്യം ആണ്, അല്ല ബിനു ആണ് ചോദിക്കേണ്ടത്. Can you help Binu frame some questions? അപ്പൊ നിങ്ങളുടെ ഇവിടെ ക്വസ്റ്റ്യൻ ഡ്യൂട്ടി ഇതേ ഉള്ളൂ. Can you help Binu frame some questions? ബിനുവിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി കൊടുക്കാവോ? Make use of the tip given in the table. അപ്പോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇത് കണ്ടല്ലോ, ആസ്ക് അബൌട്ട് എന്തൊക്കെയാണ്, യുവർ ക്വസ്റ്റ്യൻസ്, പിന്നെ പാരറ്റിന്റെ ആൻസർ. അപ്പൊ ഈ ആൻസർ നോക്കിയിട്ട് ഈ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചോദ്യമൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചോദ്യം എങ്ങനെ ചോദിക്കും എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് ഫ്രെയിം ചെയ്താൽ മതി കേട്ടോ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം. അപ്പോ നെയിം ചോദിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും? What is your name? What is your name? What is your name? അപ്പൊ പാരറ്റ് പറയും, I am Tweety. അതായത് പാരറ്റിന്റെ പേരാണ് ട്വീറ്റി. ഫൈൻ. അടുത്ത്
അടുത്ത് നമ്മൾ ചോദിക്കുക പ്ലേസ്. ഇത് പ്ലേസ് എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ എന്താ ഏത് ഇപ്പൊ അതിന്റെ സ്ഥലം എവിടെയാണെന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചോദിക്കും? Where are you? വേർ ആർ യു, അതായത് എവിടെയാണെന്ന് ആൻസറോട് നോക്കുക. അപ്പൊ ഐ ആം ഇൻ എ കേജ്. അപ്പൊ അങ്ങനെ പറയാം വേർ ആർ യു, നീ ഇപ്പൊ എവിടെയാണ്. അപ്പൊ പറയാം വേർ ആർ യു. അടുത്ത് നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കേണ്ടതിന് എങ്ങനെ ചോദിക്കും? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എവിടെ നിന്നാണ്? Where are you now? അല്ല, എവിടെ നിന്നാണ്, എവിടെ നിന്നാണ് അത് ഞാൻ ചോദിക്കണേ. ഞാനിപ്പോ ആഷ്ന എടുത്ത് ചോദിക്കുക, ആഷ്ന എവിടെ നിന്നാ വരുന്നേ, അല്ലെങ്കിൽ ആഷ്നയുടെ വീട് എവിടെയാ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കാൻ പറ്റും? Where are you come from? നമുക്ക് വേർ ആർ യു കം വേണ്ട, വേർ ആർ യു ഫ്രം എന്ന് മാത്രം മതി. Okay, sir. അപ്പൊ അതുപോലെ നമുക്ക് ക്വസ്റ്റ്യന് ഇതിന്റെ അഡ്വാൻസ് ലെവൽ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ. അടുത്ത് ആക്ഷൻ, എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കണം. അപ്പൊ അതിനെന്ത് ചോദിക്കാം? അപ്പൊ അതായത് ആക്ഷൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുകയാണ്. അപ്പൊ പാറ്റേൺ ഞാൻ ഐ ആം ടോക്കിംഗ്. എന്താ What are you doing? വാട്ട് ആർ യു ഡൂയിങ്, എന്ത് ചെയ്യുകയാണ്. അടുത്ത സീസൺ. അപ്പോ സോറി റീസൺ. അടുത്ത പാരന്റിന്റെ ആൻസർ നോക്കി ഐ ആം സാഡ് ബിക്കോസ് ഐ ഹാവ് നോ ഫ്രണ്ട്സ്. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ചോദിച്ചത്? അപ്പൊ പറയണം ഐ ആം സാഡ് ബിക്കോസ് ഐ ഹാവ് നോ ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ചോദിക്കുക? Why are you sad? വൈ ആർ യു സാഡ്, എന്തുകൊണ്ടാ നീ വിഷമിച്ച് ഇരിക്കുന്നത്. അടുത്ത ടൈം നമ്മൾ പറയാണ്. അപ്പൊ അതില് ഇറ്റ്സ് ഇൻ ഒക്ടോബർ എന്ന് പറയാണ്. അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? Sir, in which month is your birthday? ഇൻ വിച്ച് മന്ത് ഈസ് യുവർ ബർത്ത്ഡേ. നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണോ? നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കണം. ദിയോ വീഡിയോ ഓൺ ചെയ്തേ. ദിയോ, അദ്വൈത്, വിനിയ ഓൺ ചെയ്തു. അടുത്ത കൃഷ്ണജിത്ത്, ആദിത്യ, മനീഷ്. ഓക്കെ. എന്ത് ചോദിക്കും? അപ്പോ ഇറ്റ്സ് ഇൻ ഒക്ടോബർ. ഇപ്പൊ ആരാ ആൻസർ പറഞ്ഞേ? മനീഷ് ആണോ? ഇപ്പോ ഇറ്റ്സ് ഇൻ ഒക്ടോബർ എന്നുള്ളതിനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പറഞ്ഞത് ആരാ? ഞാൻ തന്നെ. ഓക്കെ. എന്താ ഇപ്പൊ പറഞ്ഞേ? എന്ത് ക്വസ്റ്റ്യനാ പറഞ്ഞേ? Sir, which month is your birthday? Which month is your birthday? Okay. ദിയോ പറഞ്ഞേ, എങ്ങനെ പറയും? എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും? ബർത്ത്ഡേ ആണ്, പക്ഷെ എന്നാണ് അവന്റെ ബർത്ത്ഡേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പറയുമായിരിക്കും? അൺമ്യൂട്ട്. എന്ത് ചോദിക്കും? എപ്പോൾ എന്നുള്ളതിനെ എന്ത് പറയും ഇംഗ്ലീഷില്? Which month is your birthday? അതന്നെ. Which month? നമുക്ക് അത്രയും കോംപ്ലിക്കേറ്റ് ചെയ്ത് ചോദിക്കണം. ഏത് മാസമാണ്? ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഞാന് ദിയോയുടെ അടുത്ത് ഇപ്പൊ ചോദിക്കുകയാണെന്ന് വെക്കുക. അപ്പൊ ദിയോയുടെ അടുത്ത് ഞാൻ ചോദിക്കും, ദിയോ നിന്റെ ബർത്ത്ഡേ എന്നാന്നേ ചോദിക്കുള്ളൂ. അല്ല ഞാൻ ചോദിക്കുമോ നീ ഏത് മാസത്തിലാ നിന്റെ ബർത്ത്ഡേ എന്ന് ഞാൻ ചോദിക്കുമോ? നമ്മൾ ചോദിക്കുമ്പോൾ എപ്പോഴാ നിന്റെ ബർത്ത്ഡേ, അല്ല എന്നാ നിന്റെ ബർത്ത്ഡേ എന്നേ ചോദിക്കത്തുള്ളൂ. What month is your birthday? എടാ മന്ത് വേണ്ട. കാര്യം മന്ത് എന്ന് പറയുമ്പോ അതായത് ഞാൻ നിങ്ങളുടെ മാസം ചോദിക്കുന്നില്ല, എപ്പോഴാണ് എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്ത് ചോദിക്കുമായിരിക്കും? അഫ്സൽ, Which day is your birthday? വിച്ച് ഡേ ഈസ് അപ്പൊ ഞാനിപ്പോ ചോദിക്കുക, നീ ഇപ്പൊ എന്നോട് ചോദിക്കുന്നു വിച്ച് ഡേ ഈസ് യുവർ ബർത്ത്ഡേ. ഞാൻ ഇപ്പൊ പറയാം ട്യൂസ്ഡേ. ട്യൂസ്ഡേ ഈസ് മൈ ബർത്ത്ഡേ. ഏത് ട്യൂസ്ഡേ എന്നില്ല, ഏത് മന്ത് എന്നില്ല, ഏത് ഇയർ എന്നില്ല, ഒന്നുമില്ല. When is your birthday? When is your birthday? Correct. When is your, എപ്പോഴാണ് നിന്റെ ബർത്ത്ഡേ, എന്നാണ് നിന്റെ ബർത്ത്ഡേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും?
വെൻ ഈസ് യുവർ ബർത്ത്ഡേ. അല്ലാതെ നമ്മൾ ഇതിന് കോംപ്ലിക്കേറ്റ് ചെയ്ത് ഇൻ വിച്ച് മന്ത് ഈസ് യുവർ അല്ലെങ്കിൽ ഇൻ വിച്ച് മന്ത് ഈസ് യുവർ ബർത്ത്ഡേ അങ്ങനെ ചോദിക്കണ്ട. വെൻ ഈസ് യുവർ ബർത്ത്ഡേ നമ്മൾ പരസ്പരം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വെൻ ഈസ് യുവർ ബർത്ത്ഡേ എന്നുള്ള കാര്യം മാത്രം ചോദിച്ചാൽ മതി. അപ്പൊ പറയും ഇറ്റ്സ് ഇൻ ഒക്ടോബർ. അപ്പൊ ഞാൻ പറയുന്നത് ഇറ്റ്സ് ഇൻ ഒക്ടോബർ. അപ്പൊ ഞാൻ പറയും ഒക്ടോബറിലോ, ഒക്ടോബറിലാണ് ഇൻ വിച്ച് ഡേറ്റ്. അപ്പൊ ചോദിക്കുക ഏത് ദിവസമാണ്, വിച്ച് ഡേറ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോ പറയും ഇറ്റ്സ് ഇൻ ഒക്ടോബർ 15th അല്ലെങ്കിൽ ഒക്ടോബർ 16th എന്നുള്ള കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ വെൻ ഈസ് യുവർ ബർത്ത്ഡേ. റൈറ്റ്. അടുത്ത് മൂഡ്. അപ്പോ അത് നമ്മുടെ പാരറ്റിന്റെ മൂഡ് എങ്ങനെയുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ഐ ആം നോട്ട് ഫൈൻ എന്നാണ് ഇവിടെ പറയുന്നത് പാരറ്റിന്റെ ആൻസർ. അങ്ങനെ എന്ത് ചോദിക്കും? How are you? ഹൗ ആർ യു. റൈറ്റ് ആൻസർ ഹൗ ആർ യു എന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ ഇത് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഓരോ കുഞ്ഞു ഇത് നോട്ടിൽ എഴുതണോ? ഇതും എടാ ഇതല്ല, ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദ്യവും വേണ്ട, ഇതെല്ലാം നോട്ട് എഴുതണം. സകല ആക്ടിവിറ്റീസ് നോട്ട് എഴുതണം കേട്ടോ. അതിന് വേറെ മാറ്റമൊന്നും ഇല്ല. സാർ ആക്ഷൻ എന്ന് പറയുന്ന വരുന്നില്ല, അതിന്റെ ക്വസ്റ്റ്യൻ എഴുതിയില്ലായിരുന്നു. എന്തായിരിക്കും ആക്ഷൻ? ഓക്കെ, ഞാന് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ ഞാൻ അപ്പോഴും പാരറ്റിന്റെ ആൻസർ ഐ ആം ടോക്കിംഗ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചോദ്യമായിരിക്കും ചോദിക്കുക? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? യാ, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുക? അവ പറയും ഐ ആം ടോക്കിംഗ്. സാർ ഇത് നോട്ടിൽ എഴുതിയിട്ട് അയച്ചു തരണ്ടേ? അയച്ചു തരണം. ഓക്കെ ഓക്കെ. അപ്പോ ഓക്കെ, അത് വേണ്ട കാര്യം. നമുക്ക് ക്ലാസ് റൂം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ റോൾ പ്ലേ ഒന്നും നടത്താനായിട്ട് പറ്റത്തില്ല. അടുത്ത് റൈറ്റ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഓൺ പ്ലഗ് കാർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, അത് വേണ്ട കാര്യം. അത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു റോൾ പ്ലേ ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ സാർ, മൂന്നാമത്തെ ആക്ടിവിറ്റി എങ്ങനെ എഴുതണം? ആക്ടിവിറ്റി 3 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ആ കോളം വരച്ച് നെയിം, വാട്ട് ഈസ് യുവർ നെയിം, ഐ ആം ടിടി, അങ്ങനെ ആസ്ക് അബൌട്ടും യുവർ ക്വസ്റ്റ്യൻ പാരറ്റ്സ് അങ്ങനെ മോളിൽ എഴുതിയിട്ട് എഴുതണോ? അങ്ങനെ എഴുതിയിട്ട് തന്നെ എഴുതണം. അങ്ങനെ ഒരു കോളം വരച്ച് എഴുതിയാൽ മതി. അപ്പോ ഇവിടെ അടുത്ത ആക്ടിവിറ്റി അടുത്ത് ഇനിയുണ്ട് ക്വസ്റ്റ്യൻ പ്ലഗ് കാർഡ് ആൻഡ് ആൻസർ പ്ലഗ് കാർഡ്. അപ്പോ അതിൽ ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ എഴുതിയാൽ ഇത് ആക്ച്വലി ഒരു ആക്ടിവിറ്റി ക്ലാസ്സിൽ ചെയ്യേണ്ടത്, പക്ഷെ ആ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്കിപ്പോ ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ബിക്കോസ് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡാഷ് ആർ യു ഹാപ്പി. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക? വൈ ആർ യു ഹാപ്പി? എന്തുകൊണ്ടാ നിനക്ക് സന്തോഷം? ബിക്കോസ് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. നെക്സ്റ്റ് വൺ, ഡാഷ് ക്ലാസ് ആർ യു സ്റ്റഡിയിങ് ഇൻ? വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിയിങ് ഇൻ അല്ലേ? ഓക്കെ, അടുത്ത. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് ഐ ആം സ്റ്റഡിയിങ് ഇൻ ഡാഷ്. 5th standard. അതെ, ക്ലാസ് 5 അല്ലെങ്കിൽ 5th സ്റ്റാൻഡേർഡ്. റൈറ്റ്. അടുത്ത, ഡാഷ് ഡു യു ഗോ ടു സ്കൂൾ? ആൻസർ എന്ന് പറയുന്നത് ഐ ഗോ ടു സ്കൂൾ ബൈ ഡാഷ്. അതായത് സ്കൂളിലേക്ക് പോകുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഓക്കെ, അപ്പോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ കൂടെ ഒന്ന് ഫില്ല് ചെയ്തേ. ഐ ഗോ ടു സ്കൂൾ ബൈ എന്തിലാ പോകുന്നത്? ബസ്, ഓട്ടോറിക്ഷ, സ്കൂൾ. നടന്നാണ് പോകുന്നത്. അപ്പൊ വാക്കുന്നവരോ? ബൈ വാക്ക്. ബൈ വാക്ക്, അത്രയും മതി. അപ്പൊ വാക്ക് അത് അങ്ങനെ എഴുതിയാ. നടന്നു പോകുന്നത് നടക്കുന്നു എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത്, ഡാഷ് ആർ യു ടുഡേ? How are you today? How are you today? Final answer, I am fine, thank you. Okay, dash friends do you have? How many? How many friends do you have? എത്ര ഫ്രണ്ട്സ് ഉണ്ട്?
I have a dash friends. Dash friends. എത്ര ഫ്രണ്ട്സ് ഉണ്ട്? Five friends. 5 friends. Okay, ആഷ്നയ്ക്ക് അപ്പോ 5 ഫ്രണ്ട്സ് ആ ഉള്ളത്. ഓക്കെ, ബാക്കിയുള്ളവരോ? 3. 3. ഓക്കെ. 2. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ എത്രയാന്ന് വെച്ചാൽ എഴുതിക്കോ, അതിനനുസരിച്ച് എഴുതിക്കോ, കുഴപ്പമില്ല. ഓക്കെ. ഡാഷ് ആർ യുവർ ഹോബീസ്. What are your hobbies? What are your hobbies? എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ്? മൈ ഹോബീസ് ആർ ഡാഷ് ആൻഡ് ഡാഷ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ്? Playing and singing. പ്ലേയിങ് ആൻഡ് സിംഗിങ്. അടുത്ത ബാക്കിയുള്ളവരോ? റിനിയ, എന്താ ഹോബീസ്? Playing and dancing. പ്ലേയിങ് ആൻഡ് ഡാൻസിങ്. ഡാൻസർ ആണോ? ഓക്കെ. Sir. Playing and drawing. പ്ലേയിങ് ആൻഡ് ഡ്രോയിങ്. അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് പ്ലേയിങ്, കളിക്കുക അല്ലേ? ഓക്കെ. ഓക്കെ. ഫൈൻ. അടുത്തത് ഡാഷ് വിൽ യു ഗോ ടു സ്കൂൾ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ അറ്റ് ഡാഷ് ഇൻ ദ മോർണിംഗ്. എത്ര മണിക്ക് എന്നുള്ളതാണ്. അപ്പോ അതിന് എന്ത് ചോദിക്കും? ഡാഷ് വിൽ യു ഗോ ടു സ്കൂൾ. എപ്പോൾ എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എപ്പോൾ എന്നാ എന്ത് പറയും? When. When will you go to school? നിങ്ങൾ എപ്പോഴാണ് സ്കൂളിൽ പോവുക? അറ്റ് ഡാഷ് ഇൻ ദ മോർണിംഗ്. എത്ര മണിക്ക് പോകും? 9 a.m. 9 a.m. അപ്പോൾ at 9 o'clock in the morning. 9 o'clock in the morning. Okay. അടുത്തത് ഡാഷ് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട്. ഇത് ഡാഷ് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട്. What is your favorite subject? Which is your favorite subject? ഓക്കെ. വാട്ട് വരത്തില്ല. എന്താ പറയാ, എന്താണ് നമ്മൾ ചോദിക്കത്തില്ലല്ലോ. നിന്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്താ എന്ന് ചോദിക്കത്തില്ല. ഏതാ നിന്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്നാ ചോദിക്കുക. ഓക്കെ. അപ്പോ നമ്മള് കോമൺലി ഇപ്പൊ ഒരു മോഡേൺ രീതിയിൽ നമ്മൾ വോട്ടും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കോമൺലി നമ്മൾ ട്രഡീഷണലി ആ ഒരു പറയുമ്പോൾ വിച്ച് എന്നുള്ളതാ യൂസ് ചെയ്യുക. ഏതാ നിന്റെ ഫേവറേറ്റ് സബ്ജക്ട്. ഓക്കെ. ഓക്കെ. മൈ ഫേവറേറ്റ് സബ്ജക്ട് ഈസ് ഡാഷ്. ഏത് സബ്ജക്റ്റാ My ഫേവറേറ്റ്? favorite subject is English. ഓ, ഇംഗ്ലീഷ്. എന്താ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടാൻ കാരണം ആഷ്ന? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് വലുതായിട്ട് ഇംഗ്ലണ്ടിലൊക്കെ പോയി. ഓ, ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റുമെന്ന് ആരാ പറഞ്ഞേ? സാർ ഇംഗ്ലണ്ട് അല്ല. പിന്നെ സാർ ഇംഗ്ലീഷ് മാത്രല്ല ഹിന്ദിയൊക്കെ എനിക്ക് ഇഷ്ടം തന്നെ. ഓക്കെ, അങ്ങനല്ല ഞാൻ ചോദിച്ചത്. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പോവാന്ന് ആരാ പറഞ്ഞേ? ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലൊക്കെ പോവാല്ലോ എന്ന്. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ. എന്തായാലും പോണം കേട്ടോ. ഇംഗ്ലണ്ടൊക്കെ വളരെ നല്ല സ്ഥലങ്ങളാ. ഞാൻ പോയിട്ടില്ല. എനിക്ക് പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് പക്ഷെ മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റീസിൽ ഒന്നാണ് ഈ ലണ്ടനൊക്കെ. അതായത് ഇംഗ്ലണ്ടിലുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത് മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റീസ് ആണ്. ഓക്കെ. അപ്പോ ഓക്കെ, എന്തായാലും ആഷ്നയ്ക്ക് ഇംഗ്ലീഷ് ഇഷ്ടം. ഓക്കെ. അടുത്ത ബാക്കിയുള്ളവര്? Sir, English. ഓക്കെ. അത് SS ആരാ പറഞ്ഞേ? Manish. മനീഷ്. എന്താ മനീഷ് SS ഇഷ്ടപ്പെടാൻ കാരണം? Sir, ancient അതിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ട്. ഓക്കെ. ഓക്കെ. നിനക്ക് ഹിസ്റ്ററി വായിക്കാനൊക്കെ ഇഷ്ടമാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ബുക്സ് ഒക്കെ വായിക്കണം കേട്ടോ. ഹിസ്റ്ററി ബുക്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ടെക്സ്റ്റ് അല്ലാതെ പുറത്ത് ബുക്സ് വാങ്ങിക്കാൻ കിട്ടും. ആ ബുക്സ് ഒക്കെ വായിക്കണം കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെടും. നിനക്ക് ഹിസ്റ്ററി ഇഷ്ടമുള്ള ആള്
ഉറപ്പായിട്ടും നിനക്ക് അതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, അടുത്ത ലിനിയ. മാത്സ്. മാത്സ്. ആഹാ, അതെന്താ മാത്സ് ഇഷ്ടപ്പെടാൻ കാരണം? അൺമ്യൂട്ടി. അങ്ങനെയില്ല, എല്ലാ സബ്ജക്റ്റും ഇഷ്ടമുണ്ട്. ഏറ്റവും നല്ല ഇഷ്ടം മാത്സ്. ഓക്കെ, ഇത് ഞാൻ മുമ്പ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഭയങ്കര രസമല്ലേ പഠിക്കാനായിട്ട്? നല്ലതാട്ടോ. ദിയോ, അൺമ്യൂട്ട് ചെയ്തേ. നീ പറ, നിന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? എനിക്ക് മാത്സ് ഇഷ്ടം. മാത്സ്, വെരി ഗുഡ്. കാരണം മാത്സ് ഭയങ്കര രസമല്ലേ? ഞാൻ എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ മാത്സ് മാത്രമായിട്ട് പഠിക്കാൻ പോവാ. ആഹാ, കൊള്ളാലോ. മാത്സ് നല്ല പാടുണ്ട്, പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. അതാണ്, അത് ഭയങ്കര, നമ്മള് മാത്സിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഭയങ്കര സിമ്പിളാ. എന്റെയും വൺ ഓഫ് ദ ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് മാത്സ് തന്നെ കേട്ടോ. എനിക്കും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് മാത്സ്. അടുത്ത, ഡാഷ് ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? Which is your favorite actor? ഓക്കെ, വിച്ച് പറഞ്ഞത് ആരാ? Manish. മനീഷ്. ഓക്കെ, മനീഷ്, നമ്മള് അത് ഒരു ആളെ കുറിച്ച് ഹു ആണ് ആൻസർ. ഓക്കെ, ഞാൻ എന്നാലും മനീഷിന് അതൊന്ന് തെറ്റ് പറഞ്ഞു കൊടുക്കട്ടെ. അതായത് ഇവിടെ ഇത് വിച്ച് ഒക്കെ പറയുന്നത് ഇപ്പൊ ഏതാണ്, ഏത് എന്നുള്ള ചോദിക്കുന്നതിനാണ് നമ്മള് ഇത് ഈ വിച്ച് എന്ന് പറയുന്നത്. പക്ഷെ ആര് എന്നാണ് നമുക്കിവിടെ ആവശ്യം. അതായത് ഒരു വ്യക്തിയെ കുറിച്ചോ എന്തെങ്കിലുമാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ആരാണ് നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ, ആരെയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന്. അപ്പൊ ആര് എന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? അപ്പൊ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? ഓക്കെ, ആൻസർ ഡാഷ് ഈസ് മൈ ഫേവറേറ്റ് ആക്ടർ. ആരാ? എന്റെ ആക്ടർ അല്ലു അർജുന സർ. ആരുടെയാ? ദിയോയുടെയോ? അടിപൊളി. എന്റെ ആക്ടർ വിജയ്. അല്ലു അർജുൻ തന്നെയാ. അല്ലു അർജുൻ. ഓക്കെ, വേറെ? മോഹൻലാൽ. സർ എന്റെ ആക്ടർ വിജയ് ആണ്. ആഹാ, കൊള്ളാലോ, വിജയ് ഫാൻസ് ആയി. ഓക്കെ, അടുത്ത് മനീഷ്. സർ അല്ലു അർജുൻ തന്നെ. ഓ, അപ്പൊ അല്ലു അർജുൻ ഫാൻസ് ആണോ ഇപ്പൊ ഇവിടെ കൂടുതല്? അദ്വൈതിനോ? മോഹൻലാൽ. ആഹാ, കൊള്ളാലോ, അപ്പൊ ഒരു മോഹൻലാൽ ഫാൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ഉള്ളത് അല്ലു അർജുൻ ഫാൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അടുത്ത് ഡാഷ് ഓൾഡ് ആർ യു? How old are you? How old are you? ഇവിടെ ദിയോ അവിടെ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് മ്യൂട്ട് ചെയ്തോളേ, അല്ലെ ഞാൻ മ്യൂട്ട്. ഞാൻ ആദ്യം പറഞ്ഞേ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ മ്യൂട്ട് ആയിരുന്നു, അത് ശ്രദ്ധിക്കണം. നീ അവിടെ വാനക്കുന്നത് കേട്ടു, പക്ഷെ വാനക്കുന്നത് കണ്ടു, വീഡിയോ ഓൺ ആയിരുന്നത് കണ്ടു, പക്ഷെ മ്യൂട്ട് ആയിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത് ഐ ആം ഡാഷ് ഇയേഴ്സ് ഓൾഡ്. എത്ര വയസ്സായി? 10 years. ഓക്കെ, 10 years old. അതെല്ലാവർക്കും 10 years. ഓക്കെ, ആർക്കെങ്കിലും 15-20 വയസ്സായ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് 11 വയസ്സായി. ആഹാ, കൊള്ളാലോ. അപ്പൊ നിങ്ങളുടെയൊക്കെ ചേട്ടനാ കേട്ടോ അദ്വൈത്. അപ്പോ സമയം എത്രയായി? 4 തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്താൽ മതിയോ? ഗ്രാമർ ടെക്സ്റ്റ് പഠിക്കണം. അത് നമുക്ക് പഠിക്കാം, അത് പേടിക്കണ്ട. നമുക്ക് അടുത്ത ക്ലാസ്സില് ഈ ഒരു ആക്ടിവിറ്റിയും ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാമറും നമുക്കൊന്ന് നോക്കണം കേട്ടോ. അതില് നിങ്ങളുടെ അപ്പൊ അടുത്ത ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ഞാന് ഒരു കോൺവെർസേഷൻ ചോദിക്കും. കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇടാൻ പോകുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും? ഇന്ന് നമ്മൾ പഠിച്ചില്ലേ ഈ ഒരു കവിത ഹാപ്പിനെസ്. അപ്പൊ ഹാപ്പിനെസ്സില് ആ 2 പേര്
ഉണ്ടല്ലോ, 2 കുട്ടികൾ അവിടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്നതായിരിക്കും, അവര് തമ്മിൽ സംസാരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സംസാരിക്കുക? സർ ആ ഇപ്പൊ പറഞ്ഞതെല്ലാം നോട്ടിൽ എഴുതണമല്ലോ സർ? അതൊക്കെ എഴുതണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ എക്സാമിന് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വെക്കുക. അതായത് അവര് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നെങ്കിൽ, അവരിപ്പോ സംസാരിച്ചില്ല, പക്ഷെ അവർ സംസാരിക്കുകയായിരുന്നെങ്കിൽ അവരെന്തായിരിക്കും സംസാരിക്കുക? ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നോ, നിങ്ങൾ എങ്ങനെ എഴുതും? നല്ല തണുപ്പായിരുന്നു. നല്ല തലമുറ, പക്ഷെ ഇംഗ്ലീഷിൽ എഴുതണം. Here is very cold. ആ Yeah, here is very cold. Cold is blowing. ഞാൻ ഓക്കെ Where are you from? വെയിറ്റ്. ഞാൻ അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം. ഇതിപ്പോ മിക്കവരുടെ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹിയർ ഈസ് വെരി കോൾഡ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചോ, ദിയോ ശ്രദ്ധിക്കാം. അപ്പൊ ഇറ്റ്സ് കോൾഡ്, ഇറ്റ്സ് റിയലി കോൾഡ് എന്ന് ഞാനിപ്പോ പറഞ്ഞു. അപ്പൊ അടുത്ത ആള് പറയും യാ യു ആർ റൈറ്റ്, ഇറ്റ്സ് വെരി കോൾഡ് എന്നൊന്നും നമ്മള് ലൈക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത് അങ്ങനെ, കേട്ടോ. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ യാ യു ആർ റൈറ്റ് അത്രയും പറയാ. എന്നിട്ട് വീണ്ടും ഇറ്റ്സ് വെരി കോൾഡ് എന്നോ അങ്ങനെ ഒന്നും പറയണ്ട. എന്നിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്ന എന്താ, എന്നിട്ട് വേറെ എന്തെങ്കിലും പറയുക. ഹൗ വാസ് യുവർ മോർണിംഗ്, വാട്ട് ടൈം ഡിഡ് യു വേക്കപ്പ്. കാര്യം അവർ എണീറ്റതിന് ശേഷം അല്ലേ അവർ വന്നത്. അപ്പോ വാട്ട് ടൈം ഡിഡ് യു വേക്കപ്പ്, ഡിഡ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ. അത് കഴിഞ്ഞിട്ട് Sir, ഹെയ്റ്റിന്റെ മലയാളം എന്തോ സർ? ഹേറ്റ് എന്ന് വെച്ചാൽ വെറുക്കുക. ഏത് ഹേറ്റ് ആടാ? HATE ആണോ HAT ആണോ? HATE. HATE എന്ന് വെച്ചാൽ വെറുക്കുക. എന്താ പറഞ്ഞ? ആരെങ്കിലും നിന്നെ ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞോ നിന്റെ അടുത്ത്? ഞാൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അതില് ഐ ഹേറ്റ് യു എന്നൊക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഇത് എനിക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ തന്നെ വെറുക്കുക എന്ന് പറഞ്ഞതാ. എനിക്കിതിന് ഒട്ടും ഇഷ്ടമല്ല, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ട് പോയതാ. ഓക്കെ, അപ്പോ ഈ വാക്കുകൾ മനസ്സിലായി. ഹേറ്റ്, HATE എന്ന് പറയുമ്പോ ഹാറ്റ് ഉണ്ട്, അടുത്ത് ഹേറ്റ് എന്ന് പറയുമ്പോ HATE ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ വാക്കുകള്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നു നോക്കി. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? ആഷ്ന എന്തൊക്കെ ചോദിക്കും? Where are you from? പക്ഷെ അവർ രണ്ടുപേരും കൂട്ടുകാരാണ്, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. അപ്പൊ അവർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ വേറെ ആർ യു ഫ്രം എന്ന്. Okay, sir. അത് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ ചില വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ പോയറ്റും ആ സ്റ്റുഡൻസുമായിട്ടുള്ള സംഭാഷണം ഞാൻ ചോദിക്കുന്നെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചോദിക്കാം, ആ പോയറ്റിന് ചോദിക്കാം വേറെ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാ വരുന്നേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടഫ് ആണെന്ന് വിചാരിക്കരുത്. ട്രൈ ചെയ്യുക, എഴുതാൻ ട്രൈ ചെയ്യുക, കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് മറ്റേ ആക്ടിവിറ്റി, അതായത് ബസ്സിലുള്ള കോൺവെർസേഷൻ സ്വന്തമായിട്ട് എഴുതണം എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഒരു കോൺവെർസേഷൻ ഇവിടെയും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. ഏതാണെന്നുള്ള കാര്യം എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ടെക്സ്റ്റ് എടുത്ത് നോക്കിയതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ടെക്സ്റ്റ് നോക്കുമല്ലോ. അപ്പൊ നോക്കുമ്പോൾ മാത്രമേ ഞാനൊരു ടോപ്പിക് എടുത്തിടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരുമായിട്ട് വേണമെങ്കിലും ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഇപ്പൊ പറഞ്ഞില്ലേ, ഇവർ സംസാരിക്കാത്ത രണ്ടുപേര് തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കും എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പോയറ്റും ഈ പിള്ളേരും തമ്മിലുള്ള സംസാരം ചോദിക്കാം. അല്ലെങ്കിൽ അതുപോലെ ഓരോന്നായിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ എവിടെ നിന്നാണോ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ജനറൽ ആയിട്ട് എഴുതാൻ തയ്യാറാവുക, കേട്ടോ. എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കേട്ടോ. Okay, sir. ഓക്കെ.